ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാത്സ് ക്ലാസ് ബൈ ജോജു. സോ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇൻ്റഗ്രേഷനിലെ ഒരു റിസൾട്ട് വെച്ചിട്ടാണ്. The result is integral e raised to x into f of x plus f dash of x dx equal to e raised to x into f of x plus c. അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും കൂടി സമ്മാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Integral e raised to x into tan inverse x plus 1 by 1 plus x square dx. First we check whether the derivative of tan inverse x is 1 by 1 plus x square. അതാണെന്ന് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1 by 1 plus x square. So here we choose tan inverse x f of x and 1 by 1 plus x square as f dash of x. So applying the result we get the answer as e raised to x into tan inverse x plus c. Okay, and the next question is integrate the function e raised to x into sec x into 1 plus tan x dx. So അപ്പോൾ ഇവിടെ ആദ്യം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ടേംസ് നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് sec x into 1 plus tan x, ദാറ്റ് ഈസ് sec x into 1 sec x plus sec x into tan x sec x tan x. Now here we choose f of x as sec x. ഇനി sec എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? sec x into tan x, ദ സെക്കൻഡ് ടൈമാണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. സോ നമുക്ക് ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് we get the answer as e raised to x into f of x, that is e raised to x into sec x plus c. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the next question is integrate x into e raised to x by 1 plus x all square dx. Okay, first we separate the terms of the function, that is ആദ്യം നിങ്ങൾ e raised to x ഒരു ടേം ആയിട്ട് എടുക്കുക. the first term, second term is x by 1 plus x all square dx. ഇനി we arrange the numerator of the second term, that is here we add and subtract 1 on the numerator. So the numerator become 1 plus x minus 1 by 1 plus x all square dx, that is എന്നിട്ട് നമ്മൾ ആ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. സോ 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്, ഇതാണ് സെക്കൻഡ് ടൈം വരുന്നത്. ഓക്കെ, ഇനി ഇ റേസ് ടു എക്സ് ഇൻറ്റു അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 പ്ലസ് എക്സ് ആയിരുന്നു അല്ലേ. സോ അപ്പോൾ നമുക്ക് അതിൽ ഒരു 1 പ്ലസ് എക്സ് ന്യൂമറേറ്ററിൽ നിന്ന് ക്യാൻസലായിപ്പോയി. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ബിക്കം 1 by 1 plus x and the second term is minus 1 by 1 plus x square dx. ഇനി നോക്കാം, here we choose ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇവിടെ 1 by 1 plus x എടുക്കുന്നു. ആൻഡ് വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 by 1 plus x? 1 by 1 plus എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് സെക്കൻഡ് ടൈമാണ്, മൈനസ് 1 by 1 plus x ഹോൾ സ്ക്വയർ. സോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റാണ്. ആ റിസൾട്ട് വെച്ചിട്ട് വി ഗെറ്റ് ദ ആൻസർ ആസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്നാണ്. സോ ഹിയർ വി ചൂസ് സൈൻ എക്സ് ആസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? വി നോ ദാറ്റ് കോസ് എക്സ്. സോ the function is of the form e raised to x into f of x plus f dash of x dx. Using this result we get the answer as e raised to x into sin x plus c. Okay, clear? Next question ലോട്ട് പോകാം. The question is e raised to x into 1 plus sin x by 1 plus cos x dx. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ആ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഓക്കെ, സോ അപ്പോൾ അതും ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇ റേസ് ടു എക്സ് ആണ്. സെക്കൻഡ് ടൈമിൽ ഇവിടെ നിങ്ങൾ 1 പ്ലസ് സൈൻ എക്സ് ന്യൂമറേറ്റർ അങ്ങനെ തന്നെ കൊടുത്തു. ആൻഡ് ദ ഡിനോമിനേറ്റർ വി നോ ദാറ്റ് 1 പ്ലസ് കോസ് എക്സ് ഈസ് 2 കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 അല്ലേ. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു, ഇനി നമുക്ക് ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് 1 by 2 കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 കോസ് സ്ക്വയർഡ് എക്സ് ബൈ 2 ഡി എക്സ്. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 by 2 ഇൻറ്റു 1 by കോസ് സ്ക്വയർഡ് ഈസ് വാട്ട് 6 സ്ക്വയർഡ് എക്സ് ബൈ 2 പ്ലസ് ആൻഡ് okay, and we knew that sin 2x equal to 2 sin x into cos x. That's a trigonometric identity. So instead of sin x we have 2 sin x by 2 into cos x by 2.
and the denominator is 2 into cos squared x by 2. So ഇപ്പോൾ ഇവിടെ 1 cos x by 2 is common and 2 is common, cancelled. After we get the second term as sin x by 2 by cos x by 2, that is tan x by 2. The first term is 1 by 2 into sec squared x by 2 and the second term is tan x by 2 dx. Okay, that is we can write the function as integral e raised to x into tan x. Here we choose tan x as f of x, tan x by 2 as f of x, and its derivative is the second term, sec squared x by 2 by 2. Check whether the derivative of tan x by 2 is sec square x by 2 by 2. We already knew that the derivative of tan x is sec squared x, and the derivative of x by 2 is 1 by 2. So this becomes sec square x by 2 into 1 by 2. Okay, so this is the function of the form e raised to x into f of x plus f dash of x dx. So the answer is e raised to x into f of x plus c. And move to the next question. The next question is e raised to x into 1 by x plus minus 1 by x square dx. Here we choose 1 by x as f of x. We knew that the derivative of 1 by x is what? Minus 1 by x square. This is the second term. So this is a function of the form e raised to x into f of x plus f dash of x dx. So the answer is e raised to x into f of x plus c. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. The next question is x minus 3 into e raised to x by x minus 1 all cube dx. So അപ്പോൾ ഇവിടെ e raised to x-നെ സെപ്പറേറ്റ് ചെയ്യാൻ, that is the first function, and the second function is x minus 3 by x minus 1 all cube. അവിടെ first we arrange the numerator as x minus 3-നെ നിങ്ങൾ x minus 1 minus 2 എന്ന് എഴുതാം. ആ മൈനസ് 3-നെ -1 -2 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് മൈനസ് ന്യൂമറേറ്ററിലെ സെക്കൻഡ് ടേം 2 ആണ്, 2 ബൈ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് വന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് ടേമിൽ എക്സ് മൈനസ് 1 ഒരെണ്ണം കോമൺ ആണ്, സോ അത് ക്യാൻസൽഡ്. ആഫ്റ്റർ വി ഗെറ്റ് 1 ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് പ്ലസ് -2 ബൈ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ്. നൗ വി ചൂസ് the first term as f of x. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ? വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ? ദാറ്റ് ഈസ് -2 ബൈ എക്സ് ക്യൂബ്. സോ ഹിയർ അങ്ങനെയാണെങ്കിൽ ഹിയർ ഡെറിവേറ്റീവ് ഈസ് -2 ബൈ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് വന്നു. അത് അവിടുത്തെ സെക്കൻഡ് ടേം ആണ്. സോ this is a function of the form e raised to x into f of x plus f dash of x dx. So the answer is e raised to x into f of x plus c. That is e raised to x into 1 by x minus 1 all square plus c. Okay, clear? സോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.